മുട്ടിൽ മരമുറി കേസ് പ്രതികൾ വീണ്ടും ഹൈക്കോടതിയിൽ. വഞ്ചനാ കേസിന്റെ വിചാരണ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അറസ്റ്റിൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ നാളെ കോടതിയിൽ ഹാജരാകാൻ പ്രതികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അബ്ദുൽ നാസർ വിവരങ്ങളുമായി ചേരുന്നു. നാസർ, കോടതി ഇത് പരിഗണിക്കുമോ എന്ന്? അജിംസ്, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസിലാണ്, വഞ്ചന കുറ്റക്കേസിലാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചോറ്റാനിക്കര കോടതിയിൽ നിലവിലുള്ള കേസിന്റെ വിചാരണ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാവേണ്ട ദിനമായിരുന്നു. അതായത് കേസിൽ പ്രതികളെല്ലാം തന്നെ നേരിട്ട് എത്തണമെന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കുകയും അന്നത്തെ ദിവസം ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ആണ് സാവകാശം തേടിക്കൊണ്ട് ഇവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് പരിഗണിച്ച കോടതി ഇവർക്ക് 2 ദിവസം കഴിഞ്ഞ്, അതായത് 20-ാം തീയതി കോടതിയിൽ ഹാജരായാൽ മതി, അതുവരെ സാവകാശം അനുവദിച്ചുകൊണ്ട് ഒരു ഓർഡർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വീണ്ടും അവർ ഹൈക്കോടതിയിൽ എത്തുകയാണ്, പ്രതികൾ തന്നെ. അതായത് കേസിന്റെ വിചാരണ ബത്തേരി കോടതിയിൽ സമാനമായ ഒരു കേസ് നടക്കുന്നുണ്ട്, അതിന്റെ വിചാരണ കൂടി നടക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ചോറ്റാനിക്കര കോടതിയിലുള്ള വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികളായിട്ടുള്ള റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവർ റിപ്പോർട്ടറുടെ MD-മാർ കൂടിയാണ് ഇവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2021-ൽ അമ്പലമേട് പോലീസ് കേസെടുത്ത ഒരു വഞ്ചനാ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മേപ്പാടിയിൽ നിന്നും പാസില്ലേ മരങ്ങൾ കടത്തിക്കൊണ്ടുവന്നു, എന്നിട്ട് എറണാകുളത്തൊരു മരക്കമ്പനി തടിയുടമയ്ക്ക് മറിച്ചു വിറ്റു എന്നുള്ളതായിരുന്നു ഈ കേസ്. അതായത് ഈ കേസിൽ മരക്കമ്പനി ഉടമ തന്നെയാണ് പോലീസിനെ സമീപിക്കുന്നത്. അതായത് പാസില്ലാതെ തന്നെ വിശ്വാസവഞ്ചനപ്പെടുത്തി എന്നുള്ള തരത്തിലൊരു പരാതിയുമായി എത്തുന്നത്. ഇത് കേസെടുത്തുകൊണ്ട് ചോറ്റാനിക്കര കോടതി ഇവരെ പലതവണ വിചാരണയ്ക്കായി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവർ കോടതിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇവർക്കെല്ലാം ജാമ്യമില്ലാ വാറണ്ടിലേക്ക് കോടതി കടക്കുന്നത്. ഇത് പരിഗണിച്ച സമയത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ആന്റോ അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും കോടതിയിലെത്തുകയും ഇവരുടെ ജാമ്യമില്ലാ വാറണ്ട് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനായ റോജി അഗസ്റ്റിനും കോടതിയിലെത്തി ഇവർക്കെതിരെ 3 പേർക്കെതിരെയുള്ള ജാമ്യമില്ലാ വാറണ്ട് കോടതി പിൻവലിച്ചു. എന്നാൽ അടുത്ത ദിവസം തന്നെ 18-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ടെത്തണമെന്നും ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കണമെന്നുമെല്ലാം കോടതി അറിയിച്ച് ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. എന്നാൽ ഈ സമയത്താണ് തങ്ങൾക്ക് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കോടതിയെ സമീപിക്കുന്നത്. ഈ കേസിൽ ആദ്യമായല്ല അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസ് ചുമത്തിയ ഉടനെ ചോറ്റാനിക്കര കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇവർ ആദ്യമായി ഒരു റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കേസിൽ തങ്ങൾ കുറ്റക്കാരല്ല, ഇതിൽ തങ്ങളെ ഒഴിവാക്കി തരണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജിയെങ്കിൽ കേസ് വിചാരണ കോടതി പരിഗണിക്കുന്നതാണ്. മാത്രമല്ല ഈ കേസിൽ വനം വകുപ്പ് ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ താൽക്കാലമായി ഇതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി അന്ന് തന്നെ അറിയിച്ചതാണ്. എന്നാൽ ഇതിൽ വിശ്വാസവഞ്ചന കുറ്റം നിലനിൽക്കുമെന്നും പ്രതിപരീക്ഷ നിലനിൽക്കുമെന്നും കോടതി അന്ന് തന്നെ അറിയിച്ചിരുന്നു. തുടർന്നാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യമില്ലാ വാറണ്ടും തുടർന്ന് വിചാരണ നടപടികളിലേക്ക് എല്ലാം കടക്കുന്നതും ഒരു സാവകാശത്തിനായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നിലയും ഉണ്ടാകുന്നത്. വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ ഈ സാവകാശം മാത്രമല്ല, ഈ കേസ് സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും കേസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അജിംസ്. ശരി നാസർ.